ഹലോ, കപ്പി കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ ഏറനാട്ടിലെ ഒരു ഫേമസ് സ്ഥലമാണ് അരിമ്പ്ര മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന മിനി ഊട്ടി എന്ന് പറയുന്നത്. കോടമഞ്ഞുകൾ കൊണ്ട് പൊതിക്കപ്പെട്ട ഈ സ്ഥലം കോഴിക്കോടിൽ നിന്ന് 41 കിലോമീറ്ററും അതുപോലെ മലപ്പുറത്ത് നിന്ന് 28 കിലോമീറ്ററിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പാർക്കിൽ എൻട്രി ഫീയും മറ്റു വിവരങ്ങളും അടങ്ങിയതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇവിടെ പേ പാർക്കിംഗ് ആണ്. ഫസ്റ്റായിട്ട് നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തു. 20 രൂപയാണ് പേ പാർക്കിംഗ് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എൻട്രി ഫീ 20 രൂപ എടുക്കണം. നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ ഒന്നിച്ചടച്ചാൽ നമുക്ക് എൻട്രി ഫീ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് പോകും. ആദ്യം തന്നെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചില കുട്ടികൾക്ക് പേടിയുണ്ട്, കാണാനും അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വല്ലാത്ത സന്തോഷവും എല്ലാം നമുക്കിതിലുണ്ടാവും. ഇതല്ല ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. അതിന് അന്ന് ഇത് തുടങ്ങിയ സമയത്ത് അതിന് 100 രൂപയായിരുന്നു അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ ഗ്ലാസ് ബ്രിഡ്ജിന് 200 രൂപയും അതുപോലെ തന്നെ ചെറുതിന് വെറും 30 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ആദ്യം കയറാൻ വല്ലാത്തൊരു ആഗ്രഹം ആവേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഭയം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഇരുമ്പ് വരുന്ന ഒരു ഭാഗം വരുന്നുണ്ട് സെൻറ്ററിൽ കൂടെ. അതിൽ ചവിട്ടാൻ കുട്ടിക്ക് പേടി ഉണ്ടാവില്ല. പക്ഷേ അവരവിടെ ചവിട്ടുമ്പോൾ അവരുടെ കാല് പൊള്ളുകയാണ് ചെയ്യുന്നത്. നമുക്ക് പൊള്ളലില്ലാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ ചവിട്ടി പോകണം. ഗ്ലാസ്സിൽ പൊള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഗ്ലാസ്സിൽ ചവിട്ടുമ്പോൾ നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ വല്ലാണ്ട് പേടിയാവും കേട്ടോ. എനിക്ക് തോന്നുന്നത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ചെറുതന്നെ ആയിരിക്കും നല്ലത് എന്നുള്ളത്. കാരണം ഈ വലുതിൽ അത്രയും ജനങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിലൊന്നും അത്ര വലിയൊരു പ്രൈവസി ഒന്നും ഉണ്ടാവില്ല. വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതിലോട്ട് കയറുന്നത് തന്നെ ആയിരിക്കും എപ്പോഴും നന്നായിരിക്കുക. ഈ ഒരു പാർക്കിനകത്ത് തന്നെ ഒരുപാട് പെറ്റ്സ് ഉള്ള ഒരു ഏരിയ കൂടി ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് അതിനും നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ആയാലും ഈ പെറ്റ്സിൻ്റെ ഒരു ഇതായാലും നമുക്ക് വളരെ കൊടുത്തത് നല്ല വേർത്തായിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കിളികളെല്ലാം നമ്മുടെ കയ്യിൽ വന്നിരിക്കുക, നമ്മുടെ തലയിൽ വന്നിരിക്കുക, നമ്മുടെ അടുത്ത് കൂടെ പറക്കുക എന്നൊക്കെ പറയുന്നത് അത് നമുക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അതുപോലെ ഇഗ്വാന എന്ന് പറയുന്ന ഈ ഒരു ജീവിനെ നമ്മൾ പിക്ചേഴ്സിൽ കാണുക, വീഡിയോസിലൊക്കെ കാണുക എന്നല്ലാതെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊരു പോപ്പുലർ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിൻ്റെ പേര് വെച്ചത്. ഇത് മാത്രമല്ല കുറേ കുഞ്ഞു നെലികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ സ്പെഷ്യലായിട്ട് വല്ല പേരുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു പൂജ. പക്ഷെ അത് വല്ലാണ്ട് നമ്മളോട് അടുക്കുന്നൊന്നുമില്ല. റൂബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പൂജ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കുഞ്ഞു മത്സ്യങ്ങൾ. പിന്നെ ഈ ഒരു മീനുകൾ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ മീൻ പിടിക്കാനൊക്കെ വലിയ ആഗ്രഹമാണില്ല. പക്ഷേ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടായിരിക്കും ഡ്രസ്സിലൊക്കെ ഇപ്പോൾ മീൻ പിടിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ഇങ്ങനെയല്ല, അവർ അതിനും നല്ലൊരു തീറ്റ നമ്മുടെ കയ്യിലിട്ട് തരുന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് വെച്ച് കാണിക്കുന്നതോട് കൂടി കൂട്ടായിട്ടാണ് വരുന്നത്. അങ്ങനെ വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക. ശരിക്കും അതൊരു വല്ലാത്ത സ്മെല്ലുള്ള ഒരു തീറ്റ തന്നെയാണ്. അതിൻ്റെ സ്മെല്ല് പിടിച്ചിട്ടാട്ടോ അത് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്.
പിന്നെ അതേപോലെ ഒട്ടക പക്ഷി. പക്ഷെ ഇതിനെ നമുക്ക് തൊടാനായിട്ട് പറ്റില്ല, അതിനെ അവർ മാറ്റി നിർത്തിയിരിക്കുക കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു തരത്തിലുള്ള ഒത്തിരി പക്ഷികളും മത്സ്യങ്ങളും അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സ്പാ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മുന്നേ നമ്മൾ വയനാട്ടിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. സ്പാ ചെയ്യുന്നത് പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് 50 രൂപയാണ് ഒരാൾക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ആളും അത് ചെയ്തു. റോബിനോക്ക് നല്ല പേടിയാണ്, മീൻ കൊത്താന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നത്. ഫാമിലിക്ക് പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ ഈ മിനി ഊട്ടി എന്ന് പറയുന്നത്. മിനി ഊട്ടിയിലെ മിസ്റ്റി ലാൻഡ് എന്ന് പറയുന്നത്. ഈ കാഴ്ചകൾക്കൊക്കെ പുറമെ നമ്മൾ മിറർ ഗ്ലാസ്, അതുപോലെ പാർക്കുകൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന പാർക്ക്, ഇതെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഗ്ലാസ് മിറർ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ പോകണോ എവിടേക്ക് പോകണമെന്ന് അറിയില്ല, തല മുട്ടുന്നു, അങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനൊക്കെ പുറമെ ടണൽ അക്വേറിയം, അതുപോലെ ഹൊറർ മൂവി കാണിക്കുന്ന ഏരിയ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവരുടെ പാർക്ക്, അത്യാവശ്യം അവർക്ക് കളിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു പാർക്കൊക്കെ തന്നെയുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് നമ്മുടെ നാട്ടിലുള്ള മിനി ഊട്ടി എന്ന് പറയുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.